സുഖമല്ലേ? എന്തുണ്ട് വിശേഷങ്ങൾ? പെരുന്നാളിങ്ങെത്തി, 2 ദിവസം കൂടെയുള്ളൂ. അപ്പം പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈക്ക് പകരം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ബീഫ് ഫ്രൈ, ചില്ലി ബീഫ് എന്നോ ഹോട്ടലുകളിൽ പറയുന്ന BDF എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അങ്ങനെയുള്ള നല്ലൊരു ചില്ലി ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. എല്ലാവർക്കും പെരുന്നാളിൻ്റെ അന്ന് രാത്രി മുതൽ ബീഫൊക്കെ വന്ന് തുടങ്ങും അല്ലേ? ഫ്രിഡ്ജിൽ എന്തായാലും സ്റ്റോക്കിന് അങ്ങോട്ട് ബീഫിൻ്റെ പൂരമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ബീഫ് ഫ്രിഡ്ജിൽ നടന്നെടുക്കുന്നെന്ന് പറയുമ്പം ചിലരെങ്കിലും വിചാരിക്കും നമുക്ക് മുസ്ലിംസിന് എല്ലാവർക്കും അറിയാവുന്നതാണ്, മറ്റുള്ളവർക്കും ചിലർക്കൊക്കെ അറിയാവുന്നതുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആധികാരികമായിട്ടൊന്നും പറയുന്നതല്ല, എന്നാലും എനിക്കറിയുന്ന ചെറിയൊരു വിവരണം തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിന് ബലി പെരുന്നാൾ എന്നുള്ള ഒരു പേര് കൂടെ ഉണ്ട്. വലിയ പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹജ്ജ് കഴിഞ്ഞിട്ടാണല്ലോ ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പം ആ ഒരു ഹജ്ജ് പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബലി നൽകുന്നതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹജ്ജ് പൂർത്തീകരിക്കുന്നുള്ളൂ. ആ ഒരു ബലി നൽകുന്നതിന് ഒരു ചരിത്രം കൂടിയുണ്ട്. ഇബ്രാഹിം നബിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്മായിൽ നബി എന്ന കുട്ടി ജനിക്കുന്നത്. അപ്പം ജനിച്ചു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം സ്വപ്നത്തിലേക്കൂടെ അള്ളാഹുവിൻ്റെ ഒരു അരുളിപ്പാടുണ്ടാകുന്നതാണ്. മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ബലി നൽകണം എന്നുള്ളത്. സങ്കടത്തോടു കൂടിയാണെങ്കിലും ഇബ്രാഹിം നബി മകനോട് ആ വിവരം പറയുന്നു. മകൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ മകനെ ബലി നൽകാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ കിടത്തി, ചെരിച്ച് കിടത്തി അറക്കാൻ നോക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ വീണ്ടും അരുളിപ്പാട് ഉണ്ടാവുന്നത്. ഇബ്രാഹിമെ, നീ എനിക്ക് വേണ്ടി മകനെ ബലി നൽകാൻ തുടങ്ങിയ മനസ്സിൽ വിചാരിച്ച് അതിനൊരുങ്ങിയപ്പോൾ തന്നെ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ പരീക്ഷിച്ചതാണ്, നീ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പം അവൻ അതുകൊണ്ട് ഇനി ബലി നൽകേണ്ടതില്ല എന്ന്, അതിന് പകരമായിട്ടാണ് ഒരു ആടിനെ അറക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് പൂർത്തീകരിക്കുമ്പോൾ അങ്ങനെ ഒരു അറവ് നടത്തണം. അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഇവിടെയും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ 3 ദിവസം തക്ബീർ, ആ 3 ദിവസത്തിനുള്ളിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ അന്ന് അറക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെയുള്ള 3 ദിവസങ്ങളിൽ അറക്കുന്ന ആൾക്കാരുണ്ട്. അതിന് നമ്മൾ ആദ്യമേ ഒരു 10 ദിവസം മുമ്പേ അത് മനസ്സിൽ നിയത്ത് വെക്കണം. ആ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബനാഥൻ പിന്നെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ മുടി വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പിന്നെ ഈ ഒരു ബലി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇസ്മായിൽ നബിയെ ബലി കൊടുക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ട് നമുക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പകരം എന്നുള്ള ഇതിൽ ഒരു ബലി നടക്കുക, അതായത് ആടിനെയോ കുട്ടനെയോ അറുത്തിട്ട് ദാനം ചെയ്യുക എന്നുള്ളതിൻ്റെ അതിന് ഹക്കീക്കത്ത് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു ബലി നടത്തി കഴിഞ്ഞാൽ നമ്മളും കഴിക്കണം, കുടുംബക്കാർക്ക് എത്തിക്കണം, പിന്നെ പാവങ്ങൾക്ക് ദാനം ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ കുടുംബങ്ങളിൽ നിന്ന് കുറേ വരുന്ന സമയത്ത് എന്തായാലും ഫ്രീസറിൽ നിറച്ചും ഇറച്ചി ഉണ്ടാവും. അതാണ് ഞാൻ ഫ്രീസറിൽ ഇനി ഇറച്ചികൾ കൂടുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് മുതൽ ഈ ബീഫിൻ്റെ ചില്ലി ബീഫ് റെഡിയാക്കി തുടങ്ങാം അല്ലേ? ഞാൻ പറഞ്ഞ ചരിത്രം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയുന്നതല്ല, എനിക്കറിയുന്ന ഒരു ചെറിയൊരു വിവരണം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചില്ലി ബീഫ് റെഡിയാക്കിയാലോ? നമുക്ക് BDF റെഡിയാക്കാൻ തുടങ്ങാം. ചില്ലി ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ പീസാക്കിയിട്ടാണ് ബീഫ് വാങ്ങിയിരിക്കുന്നത്. ഒരു 3/4 കിലോ ഒക്കെ 3-4 പീസാക്കിയിട്ട് വാങ്ങാം, എന്നാലാണ് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുക. ബീഫ് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കഴുകിയിട്ടെടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അതിലുള്ള നെയ്യും പാടയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിങ്ങനെ അതല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുമായിരിക്കും. നെയ്യൊക്കെ കുറച്ച് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച് മേലും ഒക്കെ
ആകെ കൊളാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നെയ്യ് കൂടുതൽ എനിക്ക് പോരാത്ത ഇതിൻ്റെ നെയ്യ് കൂടുതൽ വരുമ്പം അതിൻ്റെ ആ ഒരു ചുവ ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ നെയ്യും പാടിയും ഒക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെക്കാം. ബീഫ് കഴുകി കഴിഞ്ഞാലും കഴുകുന്നതിൽ മുമ്പേയും കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുക. നമ്മൾ എത്ര പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ വെള്ളത്തിൻ്റെ കളറ് മാറ്റം, കുറച്ച് നേരം വെക്കുമ്പം വെള്ളത്തിൻ്റെ കളറ് മാറ്റം കാണാം. അപ്പോൾ ഈ കഴുകിയെടുത്ത ബീഫ് ആദ്യം കുക്കറിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ വേവിക്കാൻ വെക്കാം. കുക്കറടച്ച് വേവിക്കാൻ വെച്ചിട്ട് ഒരു 2-3 വിസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിയുമ്പം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5-6 വിസിലിടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചില ബീഫ് വേവ് കുറവായിരിക്കും, അത് ശ്രദ്ധിക്കണം. നമ്മുടെ കിട്ടുന്ന ബീഫിൻ്റെ വേവ് പോലെ ഇരിക്കും എത്ര സമയം വേവിക്കണം എന്നുള്ളത്. അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ബീഫ് വെന്ത് കഴിയുമ്പം അതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി. അത് നമുക്ക് മുളക് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം തന്നെ എടുക്കാം. ഇനി ബീഫ് എടുത്ത് മാറ്റി അതിനെ നല്ല സ്ലൈസാക്കി കട്ട് ചെയ്തതിന് ശേഷം നീളത്തിലുള്ള പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിനുള്ള ഒരു മുളകിൻ്റെ മിക്സ് റെഡിയാക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം എരിവ് ഉണ്ടാവില്ല. ഇനി എരിവ് തീരെ വേണ്ട എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതിയാക്കിയിട്ടും ഉപയോഗിക്കാം. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചേ ചേർക്കാവൂ. നമ്മൾ ബീഫ് വേവിക്കുമ്പം ഉപ്പിട്ടതാണ്. പോരാതെ ഇത് ഫ്രൈ ചെയ്ത് ചുരുങ്ങുന്ന സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. നമ്മളിത് മിക്സ് ചെയ്യുന്നത് തന്നെ ബീഫ് വേവിച്ച വെള്ളത്തിലാണ്. അതുകൊണ്ട് അതിലും ഉപ്പുണ്ടാവും, ആ വെള്ളത്തിലും ഉപ്പുണ്ടാവും. ബീഫിൽ നിന്ന് ഇറങ്ങിയ ഉപ്പൊക്കെ അതിലും ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ എന്തായാലും ഉപ്പ് മുന്നിട്ട് നിൽക്കും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫിലേക്ക് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് നല്ലവണ്ണം കോട്ട് ചെയ്യാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ബീഫ് എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട ഉടനെ ഇളക്കാൻ വേണ്ടി പാടില്ല. കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം, ഒന്ന് കുക്കായതിന് ശേഷം മാത്രമേ ഇതിന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ മുളകിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും. ഇത് ഫ്രൈ ആകുമ്പോഴേക്ക് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും റെഡിയാക്കി വെക്കാം. പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ഡയാഗണൽ കട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ക്രോസ് ഇത് ചെരിച്ചിട്ട് കട്ട് ചെയ്യുന്നതിന് ഡയാഗണൽ കട്ട് എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കരിവേപ്പിലയും എടുത്ത് വെക്കാം. ഇനി ഇത് ബീഫ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം ഒരു 1/4 ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്ത് ബീഫ് അധികം ഡ്രൈ ആയി പോവാതെ, അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ചവച്ച് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അത് ചകിരി പോലെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ക്രിസ്പി ആവുകയും ചെയ്യണം, അധികം ഡ്രൈ ആവുകയും ചെയ്യാതെ ഇതിനെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള BDF എന്നും ചില്ലി ബീഫ് എന്നും ഒക്കെ പറയാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് എന്തായാലും പെരുന്നാളിന് കയ്യിലുണ്ടാവും. അപ്പം മറക്കാതെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ചിക്കൻ ഫ്രൈക്ക് പകരം ചില്ലി ബീഫ് റെഡിയാക്കാം. ഇതിൽ നിന്നുള്ള കുറച്ചൊരു 1/4 കിലോ ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ കറി പീസാക്കി കട്ട് ചെയ്ത് അതിൽ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ഞാനൊരു പാൻ വെച്ച് ആ ബീഫ് പൊരിച്ച ഓയിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് നല്ലവണ്ണം ഉള്ളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവണം.
ഇടയ്ക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് എന്ന് വെച്ചാൽ നമുക്കിതിന് വേറെ കോട്ടിംഗ് ഒന്നും വരുന്നില്ല, അരിപ്പൊടിയോ കോൺഫ്ലോറോ ഒന്നും ഇതാക്കുന്നില്ല, ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് ലാസ്റ്റ് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് ഒന്ന് പൊരിച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൾസിലിട്ട് 2 പ്രാവശ്യം പൾസിലിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ഉതിർന്നുള്ള ഇതായി കിട്ടും. ഞാൻ ആ പൊരിച്ചെടുത്ത ബീഫ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒരു പൾസിലിട്ടൊന്ന് അടിച്ചാൽ മതി, അധികം ഇതായി പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചുക്കപ്പം ഇട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ ചുക്കപ്പവും ബീഫും ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പുള്ള സമയത്തൊക്കെ ഷോപ്പിലൊക്കെ ചുക്കപ്പവും ബീഫുമായിട്ട് തന്നെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മൂവിങ്ങുള്ള ഐറ്റമായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുക്കപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊരു 3/4 കിലോ ബീഫാണ്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബീഫ് ഉണ്ടാകുമ്പോൾ കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നിൽക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാലും 2-3 ദിവസമൊക്കെ കേടാവാതെ ഉണ്ടാവും. അപ്പം ഇത് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്കിപ്പം ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഫ്രൈ എപ്പോഴും കഴിക്കുന്നതിലും ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.